ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായ എന്നാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കവിതയാണ്. ഈ കവിതയിലെ ആശയം എനിക്കും നിങ്ങൾക്കും ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താ അറിയോ, ഭുജിക്കുക, ഭക്ഷണം കഴിക്കുക, നല്ല ഫുഡ് കഴിക്കാൻ വെച്ചാൽ ഇമ്മാതിരി ഇത്രയും നല്ല സുഖമുള്ള പരിപാടി വേറെ ഏതുമില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലടാ. നല്ല കിടിലൻ സദ്യ, മന്തി, പിന്നെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പൊറോട്ടയും ബീഫ് ഫ്രൈയും അല്ലേ, ഇതൊക്കെ കഴിക്കുക. നല്ല സദ്യ ഇതൊക്കെ കഴിക്കുക എന്ന് വെച്ചാൽ അടിപൊളി വികാരമാണല്ലോ മാഷേ. അതേപോലെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരില്ലേ, നമ്മുടെ ഒരു ഓട്ടംതുള്ളലൊക്കെ എഴുതിയ ആളില്ലേ കുഞ്ചൻ നമ്പ്യാർ ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഭക്ഷണം എത്രമാത്രം ഹൃദ്യമായൊരു വികാരമാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ അർത്ഥപൂർണമായ എന്നാൽ സമകാലിക ലോകത്ത് അങ്ങേയറ്റം പ്രസക്തമായ ഒരു കവിതയാണ് ഏത് മക്കളെ? അല്പമല്ല ഭുജിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന കവിതയാണ്. ഇതിൻ്റെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, അല്പമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറച്ചൊന്നുമല്ല എന്നാണ് അർത്ഥം. ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, ഭുജിക്കുക തിന്നുക. അപ്പം അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല തിന്നുന്നേ, കുറേ ആണ് തിന്നുന്നേ അല്ലേ. ഇപ്പം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന മനോഹരമായ കവിതയാണ്, അല്ലെങ്കിൽ ഒരു തുള്ളൽ കൃതിയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ അല്പമല്ല ഭുജിക്കുന്നു. ആലോചിച്ച് നോക്ക് മക്കളെ, നിങ്ങൾ ഈ ഒരു ഫുഡ് ഇങ്ങനെ എടുത്തിട്ട് നല്ല ചോറും സാമ്പാർ, കൂട്ടുകറി, അച്ചാർ, തൈര്, പിന്നെ ഓലൻ, കാളൻ, ഉപ്പേരി എല്ലാം ഉണ്ട്. പിന്നെന്താണ് മോര്, പിന്നെന്താണ് മക്കളെ ആ ഒരു രസം എല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കൂട്ടി കുഴച്ച് ഇങ്ങനെ കുഴച്ച് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉരുളയാക്കില്ല തിന്നുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലടാ, ആ ഒരു സുഖമില്ലേ. അല്ലെങ്കിൽ നമ്മൾ നല്ല മന്തിയിൽ ചെസ്റ്റ് പീസ് ഇങ്ങനെ എടുത്ത് അതിനെ ഭക്ഷണം കുഴച്ച് ഇങ്ങനെ അടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ്, ചിക്കൻ ബിരിയാണി ലെഗ് പീസ് ഇങ്ങനെ നിങ്ങൾ തിന്നുമ്പോൾ സന്തോഷം, ആ ഒരു സുഖം എന്ത് രസമാണല്ലടാ. ഇപ്പം ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാലവും എല്ലാവരുടെയും പ്രിയപ്പെട്ട വികാരമാണ്. മക്കളെ, കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഭക്ഷണം അങ്ങ് കത്തിക്കിട. ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നോക്കാം. ബിരിയാണിയാണോ, അല്ല മന്തിയാണോ, സദ്യയാണോ, അല്ല പൊറോട്ടയും ബീഫാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം നോക്കാം. ഇഷ്ടമുള്ള ഒരു ഫുഡ് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് കത്തിക്കും. ഓക്കെ, അടിപൊളി. ഇപ്പം നമ്മൾ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ നമ്പ്യാരുടെ ഭക്ഷണത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു കാവ്യമാണ്, ഓട്ടംതുള്ളൽ കാവ്യമാണ്. ഇപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് പഠിക്കാം. തുള്ളൽ കൃതിയാണല്ലോ ഇത്. ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊരിത്തിരിയൊത്താൽ മതിയേ മതി അല്ലേ. ഭക്ഷണം കുറേയൊന്നും വേണ്ട, കുറച്ച് കിട്ടുന്നതിന് ഹാപ്പിയായി. ഇപ്പോൾ ഭക്ഷണം നമുക്കറിയാം, പിക്ചർ നിങ്ങൾ കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന്. ഇതൊരു പണ്ടത്തെ ഒരു രചനയാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കാവ്യമാണ് അല്പമല്ല ഭുജിക്കുന്നു. ഇതിലൊരുപാട് ആൾക്കാർ സദ്യ കഴിക്കുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ കല്യാണമാകാം, ചിലപ്പോൾ ഓണപരിപാടിയാകാം, എന്തോ ആയിക്കോട്ടെ. ആൾക്കാർ പ്രത്യേകിച്ച് നമ്പൂതിരിമാരാണ് ഇത് കാണാൻ സാധിക്കുക. ഇവരെന്ത് ചെയ്യാണ് മക്കൾ, ഇയാളെ കയ്യിൽ കണ്ടോ ഒരുപാട് കറികൾ തളിയുണ്ട്. പിന്നെ ആൾക്കാർ ഇലയിൽ ഇങ്ങനെ ഊണ് കഴിക്കുകയാണ്. ഇവരൊക്കെ വേഷം പണ്ടത്തെ നമ്പൂതിരിമാരുടെ വേഷമാണ്, തലയിൽ കുടുമയുണ്ട്. ഇപ്പോൾ ഒരു നമ്പൂതിരിമാരുടെ ഒരു ഭക്ഷണ സംസ്കാരം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. സ്ത്രീകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇലയിൽ ഊണ് കഴിക്കുകയാണ്. ആ ഊണ് കഴിക്കുമ്പോഴുണ്ടാ മലയാളികളുടെ ആർത്തി. എത്ര കിട്ടിയാലും വയറ് നിറയാന്ന് പോലെ കഴുത്ത് നിറയണം, കഴുത്ത് വരെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളുടെ ഭക്ഷണത്തോടുള്ള ഒരു സംസ്കാരമാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. ഇപ്പം നമുക്ക് രസമായിട്ടൊന്ന് പഠിച്ചു പോകാം. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് എടുത്ത ഭാഗമാണ് ഇത് അല്പമല്ല ഭുജിക്കുന്നു. അപ്പം സാറ് ഈ കവിത ഫസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു തരാം. ഒരു രീതിയുണ്ട് ഇതിൻ്റെ. നമുക്കറിയാം, നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ, ഇങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട് നമ്മുടെ തുള്ളൽ കാവ്യത്തിന്. അപ്പം അതേപോലെ ഒരു രീതിയുണ്ട്. സാറ് ഫസ്റ്റ് ഒന്ന് പാടിത്തരാം, പിന്നെ നമുക്കിതിൻ്റെ ഓരോ വരികളുടെ അർത്ഥം ഒന്ന് പഠിച്ചു പോവാട്ടോ.
നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിന്നീർ നല്ല പാലും തരിമ്പും സംശയമന്യേ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരൊപ്പേരിയും നല്ല ചെറുതുമ്പ പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമാനം 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ തൈരുമോരും എന്നു വേണ്ട പപ്പടം പപ്പടം എന്നും പഴമെന്നും ഗുളാമെന്നും പച്ചടി പച്ചടി എന്നും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി അട്ടപ്പൂറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം അല്ല മക്കളെ. ഇതിനെക്കാട്ടും മികച്ച രീതിയിലാണ് ഈ ഒരു കാവ്യം ചൊല്ലേണ്ടത്. സാറിനാവുന്ന രീതിയിൽ സാറ് ചൊല്ലി കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും മികച്ച ഒരുപാട് രീതി ചൊല്ലാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചൊല്ലിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ചിത്രം കണ്ടോ? നിങ്ങൾ എൻ്റെ മക്കൾ ഈ ഒരു ചിത്രം കണ്ടോടാ? ഈ ചിത്രത്തിൽ നിൽക്കുന്ന കലാകാരനാണ് തുള്ളൽ കലാകാരൻ. ഇപ്പം സമൂഹത്തിൽ ചില പ്രശ്നങ്ങളെ പാടി അവതരിപ്പിച്ച് ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ ഏതിന് സാധിക്കും? നമ്മുടെ കലാരൂപങ്ങൾക്ക് സാധിക്കും. ഇന്ന് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലേ ഒരുപാട് സമൂഹത്തിലെ കാര്യങ്ങൾ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി. അതേപോലെ പണ്ട് സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ, കൊള്ളരുതായ്മകൾ, മനുഷ്യന്മാരുടെ ആർത്തി, മറ്റ് തെറ്റായ വികാരങ്ങൾ എന്നിവയെല്ലാം ആൾക്കാർ എത്തിക്കാൻ പറ്റിയ കുഞ്ചൻ നമ്പ്യാർ കണ്ടുപിടിച്ച കലാരൂപമാണ് തുള്ളൽ സാഹിത്യം. ഈ തുള്ളൽ സാഹിത്യത്തിലെ ഒരു കൃതിയാണ് അല്പമല്ല ഭുജിക്കുന്നു. മലയാളികൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യത്തെ, അതിനപ്പുറം ആർത്തി, കൊതി, സ്വാർത്ഥത എത്ര കിട്ടിയാലും പറ്റൂല അല്ലേ? വയറ് നിറയുന്നല്ല ചോറ് കഴിക്കുക, കഴുത്ത് നിറയെ അട്ടം മുട്ടുവോളം ചോറ് കഴിക്കുന്ന മനുഷ്യന്മാരെ, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരെ ഈ കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. നോക്കാം നമുക്ക് കവിതയിലെ ഓരോ വരികളുടെയും അർത്ഥവും ആശയവും പറഞ്ഞു പോകാം. അല്പമല്ല ഭുജിക്കുന്നു, കുറച്ചൊന്നല്ല തിന്നുന്നേ. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പിലക്കെട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പാലും തരിമ്പും സംശയമന്നേ വിളമ്പുന്നു വേണ്ടുവോളം. മക്കളെ, ഈ ഒരു വരിയിൽ പറയുന്നത് എന്താണ്? ഒരു സദ്യ കഴിക്കുന്ന, ഊണ് കഴിക്കുന്ന മലയാളികളുടെ സംസ്കാരത്തെയാണ് അല്ലേ? നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന മലയാളിയെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല ചോറും നല്ല നെയ്യും അല്ലേ? ചോറാണ് കഴിക്കുന്നത്. കവിതയുടെ തുടക്കത്തിൽ എങ്ങനെയാണ് മക്കളെ? ചോറാണ് കഴിക്കുന്നത് അല്ലേ? നമ്മുടെ ഈ ഒരു സിനിമയിൽ ഇവൻ പറയുന്നില്ലേ, പഞ്ചാബി ഹൗസിൽ ഹരിശോഷകൻ, തു ചോറ് ആ ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് കഴിക്കാറില്ല, ചോറ് 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 എന്ന് പറയുന്നില്ലേ? അതേപോലെ നല്ല ചോറ് കഴിക്കുന്ന രംഗമാണ് ഈ കവിതയുടെ രംഗം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ചോറ് കഴിക്കാൻ വേണ്ടി, സദ്യ കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം എന്തൊഴിച്ചു? ചോറല്ലേ? ചോറ് വിളമ്പി അതിലേക്ക് നല്ല നെയ്യ്. ഈ നമ്പൂതിരിമാരെ, ബ്രാഹ്മണന്മാരെ കല്യാണത്തിൽ നല്ല നെയ്യ് ഒഴിക്കും ചോറിൽ. ആ ചോറിലേക്ക് നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ കുഴച്ചാണ്. നെയ്യ് ഒഴിച്ച് കുഴച്ച് ഇങ്ങനെ കഴിച്ചു. എന്നിട്ടോ നല്ല നേന്ത്രപ്പഴക്കായി, നേന്ത്രപ്പഴം ഇങ്ങനെ തൊലിച്ച് നേന്ത്രപ്പഴം ഇങ്ങനെ തിന്നും. അത് കഴിഞ്ഞിട്ടോ നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും അല്ലേ? ഈ ഒരുപാട് പഴങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു പഴം അറിയും, നേന്ത്രപ്പഴം അല്ലേ? അങ്ങനെ എന്തൊക്കെ പഴങ്ങളുണ്ട് മക്കളെ. നേന്ത്രപ്പഴവും നല്ല വണ്ണൻ പഴവും കണ്ണൻ പഴവും കാളിപ്പഴം എല്ലാം ആൾക്കാർ കഴിക്കുന്നുണ്ട്. ചോറും നെയ്യും ഒരുപാട് പഴങ്ങളും കഴിച്ചു. പിന്നെയോ പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം പഞ്ചസാര ഗുളം കഴിച്ചു അല്ലെ? മധുര പലഹാരങ്ങൾ കഴിച്ചു, തേനും പപ്പടവും കഴിച്ചു. പല കൂട്ടം ഇഞ്ചി മാങ്ങ കറി, നല്ല ഇഞ്ചി മാങ്ങ അല്ലെ? ഇഞ്ചിക്കറി കഴിച്ചു. നല്ല ഇഞ്ചിക്കറി ഒഴിച്ച് ചോറിനെ അടിക്കാണ് ആൾക്കാർ. പിന്നെ നാരങ്ങാക്കറിയും കഴിച്ചു. വേപ്പിലക്കെട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പാലും പരിപ്പും പച്ചടിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. നല്ല കരിമ്പിൻ ജ്യൂസ് പോലെ മധുരമുള്ള പാലും കുടിച്ചു. ഇതെല്ലാം കഴിച്ച് എത്രത്തോളം വേണ്ടുവോളം കഴിച്ച്
മതിയാവുമ്പോഴല്ല, വേണ്ടുവോളം കുറേ ആൾക്കാർ കഴിക്കുകയാണ്. ഇതൊക്കെ ആൾക്കാർ ഈ ചോറും നെയ്യും പഴവും പച്ചടിയും പിന്നെന്താണ് ആ രസങ്ങളും പഞ്ചസാരകളും എല്ലാം കൂട്ടി പാലും കുടിച്ച് എല്ലാം കൂട്ടി കഴിക്കുകയാണ് മനുഷ്യന്മാർ ഭക്ഷണം. വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ. ഇനി എന്തൊക്കെ വിളമ്പുന്നുണ്ട്? വറുത്ത ഉപ്പേരികൾ വിളമ്പുന്നുണ്ട് അല്ലേ? ഉപ്പേരി ഒരുപാട് വിളമ്പുന്നുണ്ട്. നല്ല ശർക്കര ഉപ്പേരി വിളമ്പി. ആദ്യം ശർക്കര ഉപ്പേരി വിളമ്പി. നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ആദ്യം ശർക്കരേൻ്റെ ഒരു മധുരമുള്ള സാധനം വെക്കൂലടാ, ചിപ്സിൻ്റെ ഒപ്പരം. നല്ല ശർക്കര ഉപ്പേരി അതിങ്ങനെ കഴിച്ച്. പിന്നെയോ ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്ത ഉപ്പും. ഉപ്പിൻ്റെ നിറം എന്താണ്? വെള്ള. തുമ്പപ്പൂവിൻ്റെ നിറമോ? വെള്ള. ഇപ്പം തുമ്പപ്പൂവിനെ പോലെയുള്ള വെളുത്ത നിറമുള്ള ഉപ്പും സൈഡ് വെച്ചു. ചില ആൾക്ക് ഒരുപാട് ഉപ്പ് വേണം, നല്ല ഉപ്പുണ്ടായാലും മാത്രമേ ചോറ് കഴിക്കൂ. ഉപ്പും അവിടെ വെച്ചു. വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം. എരിശ്ശേരി കറിയില്ലേ? പുളിശ്ശേരി. ചെറുശ്ശേരി എഴുതി വെച്ചേക്കല്ല കേട്ടോ, ഇത് എരിശ്ശേരിയാണ്. പുളിശ്ശേരി പോലൊരു കറിയാണ് എരിശ്ശേരി. എരിശ്ശേരി ആ ഒരു ഇലയുടെ സൈഡ് വിളമ്പി വെച്ചു. പിന്നെയോ 4 കൂട്ടം പ്രഥമൻ 5 കൂട്ടം. എരിശ്ശേരി എത്ര കൂട്ടമുണ്ട് മക്കളെ? 4 കൂട്ടം എരിശ്ശേരി വിളമ്പി. 4 കൂട്ടം എരിശ്ശേരി വിളമ്പി. പിന്നെയോ പ്രഥമൻ 5 കൂട്ടം. പ്രഥമനില്ലേ പായസം, അത് 5 കൂട്ടം. ഇത് 10 അല്ലേ? 5 കൂട്ടം എന്നും വിളമ്പി, പ്രഥമനും വിളമ്പി. പിന്നെയോ പുളിശ്ശേരി 2 കൂട്ടം. പുളിശ്ശേരി 2 കൂട്ടവും വിളമ്പി. അപ്പം 4 കൂട്ടം എരിശ്ശേരി കറികളും 4 തരത്തിലുള്ള എരിശ്ശേരി കറികളും 5 തരത്തിലുള്ള പ്രഥമൻ പായസവും 2 തരത്തിലുള്ള പുളിശ്ശേരിയും സദ്യയിൽ വിളമ്പുന്നുണ്ട്. നല്ല അടിപൊളി വിസ്താരമായൊരു സദ്യ. തൈരും മോരും എന്നു വേണ്ട, പപ്പടമെന്നും അല്ലേ? തൈരും മോരും അതിൻ്റെ കൂടെ ഒഴിച്ചു വെക്കുകയാണ്. പിന്നെ പപ്പടം വെച്ചു, പഴവും വെച്ചു, പച്ചടി എന്നും അല്ലേ? പച്ചടി വിളമ്പി. തൈര് വിളമ്പി. മോര് വിളമ്പി അല്ലേ? നമ്മുടെ ഈ സിനിമയിലടാ കല്യാണരാമൻ, ചേട്ടാ അല്ലേ ചോറ് അല്ലേ? ചോറ് വേണോ ചേട്ടാ? വേണ്ട. തൈരും കൂട്ടി കഴിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ചോറ് വിളമ്പ്. അപ്പോൾ ഇന്നസെൻ്റ് ചൂടാവുന്നില്ലേ അല്ലേ? അതേപോലെ ആൾക്കാർ എന്ത് പറയാണ്? ചോറ്, തൈര്, മോര് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം എത്ര കിട്ടിയാലും മതിയാവില്ല. ഇപ്പോൾ ഒരു സദ്യ കഴിക്കുന്ന ആൾക്കാരുടെ ആ ഒരു രീതി, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ കൊതി, അവരുടെ സംസ്കാരമൊക്കെയാണ് ഇവിടെ പറയുന്നത്. പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം. പച്ചടി വേണം, പരിപ്പ് കറി വേണം, നമുക്ക് ഓരോ ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട്. അല്പമല്ല ഭുജിക്കുന്നു അല്ലേ? കുറച്ചും നല്ല ആൾക്കാർ ഒരുപാട് ഭുജിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കഴിക്കുന്നു. ഈ പച്ചടിയും ചോറും സാമ്പാറും തൈരും എല്ലാം ചേർത്ത് ആൾക്കാർ ഭക്ഷണം കഴിക്കുകയാണ്. അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായി അട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. അല്പം നല്ല ഭുജിക്കുന്നേ, കഴുത്തോളം ഭുജിക്കാണ്, വയറോളം അല്ല കേട്ടോ അല്ലേ? നമ്മൾ ഈ പാട്ടിലടാ മുട്ടോളം കേറിയില്ലേ ചോണനുറുമ്പ്, അരയോളം കേറിയില്ലേ ചോണനുറുമ്പ്, തൂത്തിയിട്ടും പോകുന്നു. അതേപോലെയാണ് എന്ത് പറയണേ? ഈ ഭക്ഷണം എത്രത്തോളം കഴിച്ചു? മുട്ടോളാണോ അരയോളാണോ അല്ലെ കഴുത്തോളാണോ? കഴുത്തോളം ഭക്ഷണം കഴിക്കാം. ഈ ചോറും ഈ നെയ്യും ഈ സാമ്പാറും ഈ പുളിശ്ശേരിയും എരിശ്ശേരി 4 കൂട്ടം, പ്രഥമൻ 5 കൂട്ടം, പുളിശ്ശേരി 2 കൂട്ടം, പിന്നെ പപ്പടവും പച്ചടിയും തൈരും മോരും രസവും 5-6 കൂട്ടം പഴങ്ങളും നെയ്യും എല്ലാം ചേർത്ത് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അവസാനം പാലും കുടിച്ച് അല്ലെ തേനും കുടിച്ച് മനുഷ്യന്മാർ ആഘോഷമായിട്ട് പോവുകയാണ്. ഏതുപോലെ? അല്പമല്ല ഭുജിക്കുന്നു, കുറച്ചും നല്ല കഴിച്ചേ അല്ലേ? കഴുത്ത് നിറയുവോളം ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. അട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. എന്നിട്ടും തൃപ്തിയില്ല മനുഷ്യന്മാർക്ക്. എത്ര കഴിച്ചാലും തൃപ്തിയില്ലാത്ത മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള താല്പര്യം, ഭക്ഷണത്തോടുള്ള കൊതി, ആ ഭക്ഷണത്തോടുള്ള രോഗം വന്നോട്ടെ, പ്രഷർ വന്നോട്ടെ, ഷുഗർ വന്നോട്ടെ, കൊളസ്ട്രോൾ വന്നോട്ടെ, മരിച്ചോട്ടെ, എന്നാലും ഭക്ഷണം വിട്ടൊരു കളിയുമില്ല എന്ന് പറയുന്ന ആൾക്കാരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലേ, 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയ കവിതയാണ്. അപ്പോൾ അവിടെ സദ്യക്കാണ് പ്രാധാന്യം. ഇന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഈ കവിത എഴുതിയാൽ അല്ലേ ചിക്കൻ മന്തി, പിന്നെന്താണ് കബാബ്, കബ്സ, പിന്നെന്തൊക്കെ പറയും ബിരിയാണി, എന്തൊക്കെ അൽഫാം, ഇതൊക്കെ ആയിരിക്കും എഴുതുക അല്ലേ? എത്ര കഴിച്ചാലും മനുഷ്യർക്ക് മതി വരാത്ത ഭക്ഷണം എന്ന് പറയുന്നത്. അത്തരത്തിലെ മനുഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭക്ഷണത്തോടുള്ള ഭ്രമം, കൊതി, ആർത്തി, ഇത് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യൻ്റെ സ്വാർത്ഥത, ആഗ്രഹം, ഇവയൊക്കെ ഈ കവിതയിൽ ചർച്ചാ വിഷയമാകുന്നു. അപ്പം മലയാളികളുടെ മാറി വരുന്ന ഭക്ഷണ സംസ്കാരവും ഭക്ഷണത്തോടുള്ള താല്പര്യവും ആ രോഗത്തെ പേടിക്കാതെ ആരോഗ്യത്തെ നിയന്ത്രിക്കാതെയുള്ള എല്ലാവർക്കും, ഇപ്പം മലയാളികൾക്ക് അധികം ആൾക്കും വയറുണ്ട് അല്ലേ? എല്ലാവർക്കും വയറാണ്. കാരണം എന്താണ്? നല്ല തീറ്റയാണ്.
ഈ ഉറങ്ങേണ്ട സമയം 11 മണി 10 മണിക്കൊക്കെയാണ് ആൾക്കാർ ഇവിടെ പോവുക, ഈ മന്തിയും പിന്നെ അൽഫാമൊക്കെ കഴിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഉറങ്ങേണ്ട സമയമാണ്. ഇതൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ട് ഫോണും തോണ്ടി കിടക്കും. ഇത് ഉറങ്ങൂല, രാവിലെ വെളുപ്പിന് ഉറങ്ങും. ഇവർക്കൊക്കെ ജീവിതശൈലി രോഗം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് എന്തൊക്കെയാണ് മക്കളെ, കൊളസ്ട്രോൾ, പ്രഷർ, BP ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താ, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിൽ മലയാളികളുടെ ഭക്ഷണത്തോടുള്ള താല്പര്യം, ആ ഒരു കൊതിയൊക്കെ വ്യക്തമാക്കുന്ന, ആർത്തി അതൊക്കെ വ്യക്തമാക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ്, തുള്ളൽ കാവ്യമാണ്. ഏത് മക്കളെ, പഞ്ചേന്ദ്ര ഉപാഖ്യാനത്തിൽ നിന്നെടുത്ത അല്പമല്ല ഭുജിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിലേക്ക് വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. നമുക്ക് ആരാണ് ഇദ്ദേഹം എന്ന് അറിയണ്ടേ? ഓക്കെ, 18-ാം നൂറ്റാണ്ടിലെ കവിയാണ്. 18-ാം നൂറ്റാണ്ട്, ഇത് എത്ര നൂറ്റാണ്ടാ മക്കളെ? ഇത് 21-ാം നൂറ്റാണ്ടാട്ടോ. ഇത് 21-ാം നൂറ്റാണ്ട്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ കവിയാണ് ആര്? ചെറുശ്ശേരി. 21, 20, 19, 18, 17, 18 അല്ലേ, 300 കൊല്ലം മുമ്പൊക്കെ പിന്നെ എഴുതിയ ഒരു കവിതയാണിത്. 300 കൊല്ലത്തെ പഴക്കുണ്ട് ഈ കവിതക്കെന്ന് പറയാൻ സാധിക്കും. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് അല്ലേ. മിക്ക കൃതികളും കുഞ്ചൻ നമ്പ്യാരുടെ മിക്ക കൃതികളും എന്താണ്? തുള്ളൽ കലാരൂപത്തിന് വേണ്ടി എഴുതിയതാണ്. തുള്ളൽ കലാരൂപം കണ്ടുപിടിച്ച അതിൻ്റെ ഉപജ്ഞാതകനാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന അതുലനായ കവി. എന്താ രസാലേ, നമ്മുടെ സിനദിൻ സിദാനെ പോലെ ഇല്ലേ, പെട്ടെന്ന് കാണാൻ, റയലിൻ്റെ മുൻ കോച്ച്. ഓക്കെ, നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ എഴുത്തുകാരൻ, ഒരു കവിയെ. നർമ്മത്തിലൂടെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഇദ്ദേഹം ചർച്ചാ വിഷയമാക്കിയതിൻ്റെ കവിതയിൽ. നർമ്മം വെച്ചാൽ തമാശ. ഈ ഭക്ഷണം കഴിക്കുന്നില്ല, ആർത്തി. ഇത് തമാശയിലല്ല അദ്ദേഹം എഴുതിയത്. എത്ര അട്ടമുട്ടുവോളം തിന്നാലും തൃപ്തിയില്ല പറയുന്നല്ലേ, കഴുത്തോളം തിന്നാലും മലയാളികൾക്ക് ഭക്ഷണം തൃപ്തി വരില്ല എന്ന് പറയുന്നത് നർമ്മാണ്, തമാശയാണ്. അപ്പം തമാശയിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ച ഒരു അതുലനായ എഴുത്തുകാരൻ കൂടിയാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തി. പിന്നെന്ത് പറയാം, മലയാളത്തിലെ ഹാസ്യ കവിത, തമാശ നിറഞ്ഞ കവിതകളിൽ പ്രധാനിയായ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല. നമ്പ്യാരുടെ ജീവിതത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്? ജീവിതത്തിലെ നടക്കുന്ന തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. ഇദ്ദേഹം എവിടെ ജനിച്ചു, എന്തു ചെയ്തു, ആരുടെ മക്കളാണെന്ന് പറയുന്ന കൃത്യമായ രേഖകളില്ല. നമുക്കറിയാം 300 കൊല്ലം മുമ്പ് എഴുതിയ കവിയുമാണ്. ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ഓഫീസിനടുത്തുള്ള കിള്ളിക്കുരിശ് മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനമെന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പൃഥ്വിദേശമായ കിടങ്ങല്ലൂരിലെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആസതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനെ പുകഴ്ത്തുന്ന കല്യാണ സൗഗന്ധികത്തിലെ ഈ വരികൾ പ്രസിദ്ധമാണ്. ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ സൂചനയൊന്നുമില്ല, എന്നാലും മലയാള സാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, നർമ്മത്തിൽ, തമാശയിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളെ തൻ്റെ കവിതയിൽ അവതരിപ്പിച്ച അതുല്യനായ എഴുത്തുകാരൻ കൂടിയാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ഇത് നമ്മുടെ കവിതയുടെ ആശയം പെട്ടെന്ന് സാറ് വായിച്ചുതരാം, നിങ്ങളതൊന്ന് കേച്ച് ചെയ്താൽ മതി. എക്സാം ടൈമിൽ ഇതൊക്കെ ഒന്ന് വായിച്ചത് പോയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാനും പറ്റും. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യവും നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളും പരിചയപ്പെടുകയാണ് നമ്പ്യാർ അല്ലേ. മലയാളികളുടെ ഭക്ഷണത്തിൻ്റെ താല്പര്യം, ഭക്ഷണത്തിൻ്റെ പാരമ്പര്യം, മലയാളിയുടെ ഭക്ഷണ പാരമ്പര്യം എന്താ? മന്തിയാണോ, അൽഫാമാണോ, ബിരിയാണിയാണോ? ഒന്നുമല്ല, സദ്യയാണ്. നല്ല ചോറും സാമ്പാറും എരിശ്ശേരിയും ഓലും കാണും പുളിശ്ശേരിയും എല്ലാം തന്നെയാണ്. അപ്പം മലയാളികളുടെ സംസ്കാരം, ഭക്ഷണ സംസ്കാരത്തെ, ഭക്ഷണ പാരമ്പര്യത്തെ കവിതയിൽ നമ്പ്യാർ പരിചയപ്പെടുത്തുന്നു. ഒരു കാലഘട്ടത്തിൽ തൊഴിലൊന്നും ചെയ്യാതെ തന്നെ 3 നേരവും സുഭിക്ഷമായി മൂക്കുമുട്ട ഭക്ഷിക്കുന്ന സവർണ മേധാവികളുടെ ഭക്ഷണശ്രമത്തെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും എഴുതിയ വരികളാണ്. സവർണർ എന്ന് വെച്ചാൽ എന്താ മക്കളുടെ അർത്ഥം? ഉയർന്ന ജാതിക്കാർ. ഇപ്പോൾ പണ്ട് നമ്പൂതിരിമാരും ബ്രാഹ്മണന്മാരും എന്ത് ചെയ്യും? ഒരു പണിയും ചെയ്യൂല, അവർ വീട്ടിൽ വെറുതെ ഇരിക്കും. ഒരുപാട് പറമ്പും കൃഷി ഉണ്ടാവും കേട്ടോ. ഇപ്പം 3 നേരവും വെറുതെ ഭക്ഷണം കഴിച്ച്, മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ച് ഒരു ജോലിയും ചെയ്യാത്ത പണ്ടത്തെ നമ്പൂതിരിമാരെ വിമർശിക്കുന്ന കവിതയാണ്, തമാശയിൽ പരിഹസിക്കുന്ന കവിതയാണ് അല്പമല്ല ഭുജിക്കുന്നു.
മലയാളികളുടെ രുചി വൈവിധ്യത്തിൻ്റെ ഒരു ചാർട്ട് തന്നെ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. അല്ലേ മക്കളെ, മലയാളികളുടെ രുചി വൈവിധ്യത്തിൻ്റെ എന്തൊക്കെ പറയുന്നുണ്ട്, രുചി വൈവിധ്യം അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ, ഓലൻ, കാളൻ, ചോറ്, നെയ്യ്, 3-4 കൂട്ട പഴം, എരിശ്ശേരി, പുളിശ്ശേരി, പിന്നെന്താണ് പ്രഥമൻ, പപ്പടം, പാലട, പച്ചടി, പിന്നെ തേന്, പാല്, പിന്നെന്താണ് കരിമീൻ ജ്യൂസ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം മലയാളികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇപ്പം രുചി വൈവിധ്യം ഒരുപാട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ കവിതയിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നുമുണ്ട്. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെയും രുചി വൈവിധ്യത്തിൻ്റെയും പട്ടികയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതി. മലയാളികളുടെ രുചി വൈവിധ്യം, എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട് മലയാളികൾക്ക് പ്രിയമായിട്ട്, അതൊക്കെ തന്നെ അവതരിപ്പിക്കാൻ കവിതയിലൂടെ ആർക്ക് സാധിച്ചു മക്കളെ? കുഞ്ചൻ നമ്പ്യാർക്ക് സാധിച്ചു എന്ന് പറയുന്നു. ഹാസ്യത്തിൻ്റെയും വിമർശനത്തിൻ്റെയും തലങ്ങൾ വേണ്ടുവോളം ഉണ്ടെങ്കിലും കേരളത്തിലെ രുചിക്കൂട്ടുകളുടെ കലവറ തന്നെയാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ പാരമ്പര്യം നമുക്കറിയാം. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ചോറ്, അരിയുടെ നാടാണ്, നെല്ലിൻ്റെ നാടാണ്. ഇപ്പോൾ ഒരുപാട് ചോറും ഒരുപാട് കറികളൊക്കെ കൂടിയ ഒരു ഭക്ഷണ സംസ്കാരമാണ് നമുക്കുള്ളത്. അതിൽ നിന്നും ഒരുപാട് തെന്നി മാറി ഇന്ന് അൽഫാമും, മന്തിയും, ഫ്രൈഡ് റൈസും, ചിക്കൻ കബാബും എല്ലാം കൂടി കഴിക്കണം നമ്മൾ. പക്ഷെ നമ്മുടെ അടിസ്ഥാന പാരമ്പര്യ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ഈ പച്ചക്കറി വിഭവങ്ങളും പപ്പടവും പായസം ഒക്കെ തന്നെയാണ്. അത് മറന്നു പോകരുതെന്നു കൂടി കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മലയാളികളുടെ രുചി വൈവിധ്യങ്ങൾ എക്കാലത്തും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? മലയാളികളുടെ രുചി വൈവിധ്യം എക്കാലത്തും ലോകം മുഴുവനും ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. മലയാളികളോടും സമ്പന്നമായ ഒരു രുചി ഇടങ്ങൾ മറ്റെങ്ങുമില്ല എന്ന് തന്നെ പറയാം അല്ലേ മക്കളെ? മലയാളികളോടും സമ്പന്നമായ രുചിയിടങ്ങൾ മറ്റെങ്ങുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മലയാളികൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു രാജ്യക്കാരോ ഒരു ദേശക്കാരോ ഭക്ഷണം കഴിക്കാറില്ലെന്നു കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. പപ്പടവും പായസവും പഴവും നെയ്യും പരിപ്പും തുമ്പപ്പൂ ചോറും മലയാളികളുടെ മനസ്സും ഹൃദയവും നാവും വയറും ഒരുപോലെ നിറയ്ക്കുന്നതാണ് അല്ലേ? ഈ ചോറിൽ സാമ്പാറും കറികളും മറ്റു കൂട്ടുകറിയും എല്ലാം കൂട്ടി ആ ചോറ് കഴിച്ച് നെയ്യും പരിപ്പും പപ്പടം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ആ മലയാളിയുടെ ഭക്ഷണ സംസ്കാരം എത്ര മഹനീയവും എത്ര സ്നേഹവും നിറഞ്ഞതാണെന്ന് കൂടി എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മുടെ മനസ്സും വയറും എല്ലാം ഒരേ സമയം നിറയ്ക്കുമെന്ന് പറയുന്നു. അതിഥി ദേവോ ഭവ എന്ന് ചൊല്ലുകൂടിയുണ്ട് അല്ലേ? അതേപോലെ അതിഥികളെ സ്വീകരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനെന്ന് പറയും. മലയാളിത്ത രുചികൾ തേടി നാടു കടന്നും കടലു കടന്നും ആൾക്കാർ വരുന്നത് നമുക്കറിയാം. അത് മലയാളികളുടെ രുചി തേടിയിട്ട് ഒരുപാട് രാജ്യത്തു നിന്ന് പോലും ആൾക്കാർ വരുന്നില്ലേ? വ്ളോഗർമാരെ കാണുന്നില്ലേ? അതൊക്കെ മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. അതുകൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ സാധിക്കണം കേട്ടോ. കാലങ്ങൾക്കനുസരിച്ച് രുചിഭേദങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് എങ്കിലും പാരമ്പര്യ തനിമയുള്ള രുചിക്കൂട്ടുകൾ തന്നെയാണ് ഇന്നും മലയാളി രുചികളെ വേറിട്ടതാക്കുന്നത്. ഒരുപാട് ഫുഡിൻ്റെ മെനു വന്നെങ്കിലും പാരമ്പര്യമായിട്ടുള്ള മലയാളികളുടെ രുചി തന്നെയാണ് ഇന്നും മലയാള വിഭവങ്ങളെ വേർതിരിച്ച് മറ്റുള്ള രാജ്യക്കാരുടെ മുന്നിൽ ഉയർത്തി കാട്ടുന്നതെന്നുകൂടി എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ എല്ലാ കൃതികളിലും സാമൂഹിക വിമർശനത്തിൻ്റെ തലം വളരെ രസകരമായും സരസമായും അവതരിപ്പിക്കുക പതിവാണ്. അതായത് സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യാൻ ആർക്ക് സാധിക്കാറുണ്ട്? കുഞ്ചൻ നമ്പ്യാർക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ തെറ്റായ കാര്യങ്ങളെയും തൻ്റെ കവിതയിലൂടെ ആൾക്കാരുടെ മുന്നിലെത്തിക്കാൻ ആർക്ക് സാധിക്കാറുണ്ട്? കുഞ്ചൻ നമ്പ്യാർക്ക് സാധിക്കാറുണ്ട്. അതുതന്നെയാണ് ഈ കവിതയിലും കാണാൻ സാധിക്കുക. മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തെ, തെറ്റായ ഭക്ഷണ രീതിയെ, ആർത്തിയെ, കൊതിയെ എല്ലാം തന്നെ ഈ കവിതയിൽ അദ്ദേഹം നർമ്മമായി തമാശയിലൂടെ അവതരിപ്പിക്കുന്നു. സാമൂഹിക വിമർശനമാണ് നമ്പ്യാരുടെ കവിതകളിൽ മുഴച്ചു നിൽക്കുന്നത് എങ്കിലും നമ്പ്യാരുടെ പദപ്രയോഗങ്ങളും വാക്യങ്ങൾ തമ്മിലുള്ള പദച്ചേരുവകളും വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നതായി കാണാം. സാമൂഹിക വിമർശനം ഈ കവിതയിൽ ഉണ്ടെങ്കിൽ പോലും വളരെ തന്മയത്വത്തോടുകൂടി വളരെ നർമ്മരസത്തോടുകൂടി കവിത നമുക്ക് ഒരുപാട് കാര്യങ്ങളെ എഴുത്തുകാരൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ കവിതയിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് നോക്കാം കേട്ടോ. ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു. ഈ കാവ്യപ്രയോഗത്തിൻ്റെ ഭംഗി കണ്ടെത്തി എഴുതുക. നോക്കാം. അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഭാഷാ നൈപുണ്യം എന്ന് വെച്ചാൽ നല്ല എഴുതാനുള്ള കഴിവ്. കണ്ടന്റ് റൈറ്ററാണ് അല്ലേ ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതി പ്രതിഫലിക്കാൻ തക്ക ഭാഷ വരികൾ അദ്ദേഹത്തിനുണ്ട്. തൻ്റെ വാക്കുകളിൽ കടന്നു വരുന്ന വർണ്ണനകളും അലങ്കാര പ്രയോഗങ്ങളും എല്ലാ കാലത്തും വായനക്കാരനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പം വായനക്കാരൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു എഴുത്ത് രീതി ആർക്കുണ്ട്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർക്കുണ്ട്.
പദസംയോഗങ്ങളുടെ ഉള്ളിൽ കടന്ന് എത്രമാത്രം ആഴത്തിൽ അവയെ മനോഹരമാക്കാൻ കഴിയുമോ അത്രയും മനോഹരമായ ഉപമകൾ കൊണ്ട് നമ്പ്യാർ വാക്കുകൾക്ക് പുനർഭാവം നൽകും. എത്ര മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിയുമോ കവിത, അത്രയും മനോഹരമായി കവിതയെ നിർമ്മിക്കാൻ ആർക്ക് സാധിക്കും മക്കളെ? കുഞ്ചൻ നമ്പ്യാർക്ക് സാധിക്കും. അത്രമാത്രം പദസമ്പത്തുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ കൃതികളിൽ നിറയുന്ന വാഗ്മയ രൂപങ്ങളുടെ മനോഹാരിത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ് എന്ന് തോന്നും. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല നമ്പ്യാരുടെ രചനാരീതിയെ. അത്രമാത്രം മനോഹരമായ രചനാശൈലിയുള്ള എഴുത്തുകാരനാണ് കുഞ്ചൻ നമ്പ്യാർ. ചെറിയ തുമ്പപ്പൂ പോലത്തെ ചോറിനൊപ്പം വെളുത്ത ഉപ്പും വിളമ്പുന്നു എന്ന് മനോഹരമായി അവതരിപ്പിക്കുകയാണ് കവി. തുമ്പപ്പൂ പോലുള്ള ചോറിനൊപ്പം എന്ത് വിളമ്പുകയാണ്? ഉപ്പും കൂടി വിളമ്പുകയാണ്. ആ ഒരു രസം, ആ ഒരു അലങ്കാരം ഇവിടെ പ്രകടമാകുന്നുണ്ട്. തുമ്പപ്പൂ പോലെ വെളുത്ത ചോറിനൊപ്പം ഉപ്പും കൂടി വിളമ്പുന്നു. ഇപ്പോൾ ഉപ്പും തുമ്പപ്പൂ പോലെയുള്ളതായി മാറുന്നു. രണ്ട് ചോറും ഉപ്പും വെള്ളം നിറല്ലേ, ചോറും ഉപ്പും തുമ്പപ്പൂ പോലുള്ളതാണെന്ന ഒരു അലങ്കാരം കവിതയിലൂടെ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർക്ക് സാധിച്ചു എന്നത് വളരെ 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 വലിയൊരു പോയിന്റാണ്. വാക്കുകൾ തമ്മിലുള്ള ചേർച്ചയ്ക്കു വേണ്ടി കവി ഉപയോഗിക്കുന്ന ആദ്യാക്ഷരപ്രാസവും ഉപമയും വളരെ മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ വായനക്കാരനെ സംഭാവന ചെയ്യുന്നു. ഇപ്പം ആദ്യാക്ഷരപ്രാസം, ഈ വാക്കുകളിലൂടെ ആദ്യാക്ഷരപ്രാസം ഇങ്ങനെ വരികളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വരികളുടെ ആവർത്തനം മനോഹരമായ രീതിയിൽ കവിത വായനക്കാരനെ ആസ്വദിപ്പിക്കാൻ ആർക്ക് സാധിക്കുന്നു? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയ്ക്ക് സാധിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം, ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ? സന്ദർഭങ്ങൾ കണ്ടെത്തുക. അല്ലേ, ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും. ഭക്ഷണപ്രിയന്മാർ ആരൊക്കെയുണ്ട്? ഞാൻ ഭക്ഷണപ്രിയനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി. ഓക്കെ, മന്തി വലിയ ഇഷ്ടമൊന്നുമല്ല, ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും, ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും എങ്ങനെയാണ് കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ആ സന്ദർഭങ്ങൾ എഴുതാനാണ് ചോദ്യം. നോക്കാം. പപ്പടം പപ്പടം എന്നും, പഴം പഴം എന്നും, ഗുളമെന്നും, പച്ചടി പച്ചടി എന്നും, പരിപ്പെന്നും ഒരു ഘോഷം. അല്ലേ, ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറക്കെ പറയാം, പപ്പടം വേണം, പപ്പടം പപ്പടം, പരിപ്പറി, പിന്നെ പച്ചടി വേണം കേട്ടോ, പിന്നെ പറയില്ലടാ. അത് ആൾക്കാരുടെ കൊതിയാണ്. ഇന്നത്തെ കാലത്തിലാണെങ്കിൽ എന്തായിരിക്കും? ചിക്കൻ പീസ് ഉണ്ടാ, ജസ്റ്റ് പീസ് നോക്കട്ടെ, അല്ലെ മന്തി റൈസ് നോക്കട്ടെ, അല്ലെ മസാല ചല്ലാസ്, അല്ലെ സലാഡ് എന്നൊക്കെ പറയുമല്ലേ. ഇപ്പം ഭക്ഷണം എത്ര കിട്ടിയാലും മതി വരാത്ത ഭക്ഷണപ്രിയന്മാരെ കുറിച്ച് കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. സദ്യ ഉണ്ണുന്നതിൻ്റെയും തീരുന്നതിൻ്റെയും തിരക്കിൽ ആളുകൾ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിഭവങ്ങൾ വേണമെന്ന് വിളിച്ചു പറയുന്ന തിരക്കാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അല്ലെ, ഭക്ഷണം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ലേശം ചോറ് തൈരും കൂട്ടി കഴിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ പരിപ്പ് കറി വേണേ, പച്ചടി വേണേ, തൈര് വേണേ, അച്ചാറ് വേണേ, ചോറേ എന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരില്ലേ. ഇപ്പം ഭക്ഷണപ്രിയന്മാരെ കുറിച്ച് എത്ര കിട്ടിയാലും മതി വരാതെ, ആൾക്കാരെ ഒന്നും നോക്കാതെ തനിക്ക് വേണ്ട ഭക്ഷണമെല്ലാം വലിച്ച് ഇങ്ങനെ കുഴച്ച് തിന്ന ആൾക്കാരെയും പിന്നെ വേണ്ട വിഭവങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരെയൊക്കെയാണ് കവിത സന്ദർഭത്തിൽ ഭക്ഷണപ്രിയന്മാരെയും കൊതിയന്മാരെയും ധൃതിയന്മാരെയും ഒക്കെ കാണാൻ സാധിക്കുക. അടുത്തൊരു ചോദ്യം ഇതാണ്, മലയാളികളുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ചിലപ്പോൾ ഒരു ഉപന്യാസം ചോദിക്കാം, ഒരു ഉപന്യാസം വരാം. മലയാളികളുടെ മാറി വരുന്ന ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസവും വരാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ മക്കൾ പഠിക്കണം കേട്ടോ. അപ്പം നമുക്കിനി കുറിപ്പ് നോക്കാം. മലയാളികളുടെ രുചി വൈവിധ്യങ്ങൾ എത്ര പറഞ്ഞാലും പങ്കുവെച്ചാലും തീരാത്തത്രയുണ്ടല്ലോ. ഇപ്പം രുചി വൈവിധ്യം എത്ര പറഞ്ഞാലും മലയാളിയുടെ രുചി വൈവിധ്യം തീരോ? ഇല്ല. എന്തൊക്കെയുണ്ട്? ചോറ്, സാമ്പാർ, കൂട്ടുകറി, അച്ചാർ, വറവ്, ഉപ്പേരി, പപ്പടം, പായസം, പാലട, പ്രഥമൻ, പാൽപ്പായസം, ചെറുപയർ പായസം, തൈര്, മോര്, രസം, വെണ്ടക്ക തോരൻ, പാവക്ക തോരൻ, പിന്നെ ഉപ്പേരി, എന്തൊക്കെ സാധനങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല മലയാളികളുടെ രുചി വൈവിധ്യം. അത്രയുണ്ടല്ലോ. കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടേത് മാത്രമായ രുചികൾ നാം ഇന്നും പിന്തുടരുന്നുണ്ട്. നമ്മുടേത് മാത്രമായ രുചികൾ നാം ഇന്നും പിന്തുടരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് പുട്ടും കടലയും കൂട്ടിക്കുഴച്ച് കഴിക്കുന്നത്. എന്ത് രസാലേ. എനിക്ക് ക്ലാസ്സിലൊക്കെ എൻ്റെ വായിന്ന് വെള്ളം വന്നു. അമ്മേ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ടൊന്നും കഴിക്കണം. പാരമ്പര്യമായ രുചി സങ്കല്പങ്ങൾക്ക് പ്രാദേശിക ദേശഭേദങ്ങൾ ഉണ്ട് എങ്കിലും മലയാളികൾക്ക് പൊതുവായ ചില ഭക്ഷണശീലങ്ങളുണ്ട്. അല്ലെ, ഒരുപാട് ഭക്ഷണങ്ങളുണ്ടെങ്കിലും മലയാളികൾക്ക് പൊതുവായ ഭക്ഷണശീലമുണ്ട്. രാവിലെ എണീച്ചിട്ട് ദോശയും പിന്നെന്താണ് സാമ്പാറും ചട്നിയും, ഇഡ്ഡലിയും സാമ്പാറും, പുട്ടും കടലയും, അപ്പവും മുട്ടക്കറിയും, പിന്നെന്താണ് ബാജിയും പൂരിയും. ഇതൊക്കെ മലയാളിയുടെ ഫേവറേറ്റ് ആയ ഡിഷാണല്ലേ.
കാലത്തിനും ദേശത്തിനും പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്കുമൊക്കെ അതീതമായി മലയാളികളുടെ പൊതുവായ രുചി വൈവിധ്യങ്ങൾക്ക് ലോക സാഹിത്യത്തിൽ പോലും സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ലോക സാഹിത്യത്തിൽ പോലും മലയാളികളുടെ രുചി വൈവിധ്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളായാലും കഥയായും സിനിമയായും മലയാളികളുടെ രുചിഭേദങ്ങൾ പലയിടങ്ങളിൽ അടയാളപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ചലച്ചിത്രഗാനം, സിനിമാ പാട്ടിലുള്ള മലയാളിയുടെ ഭക്ഷണ സംസ്കാരം അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ ചേലിനൊത്ത ആ ഒരു പാട്ടൊക്കെ കേട്ടില്ലേ? അങ്ങനെ ചോദ്യം വരും കേട്ടോ. സിനിമാ പാട്ട് തന്നിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ പാട്ട് അതിൻ്റെ ആശയം എഴുതാനോ അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് സിനിമാ പാട്ടുകൾ വരികൾ എഴുതി വെക്കണം ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ എഴുതണം കേട്ടോ. അല്ലേ, തനദിന്ദ താനാദിന്ദ താനാദിന്ദ തിന്തിന്തോ തനദിന്ദ താനാദിന്ദ താനാദിന്ദ തിന്തിന്തോ ചെമ്മാവിൻ പുൽനെല്ലിൻ ചോറോ. ആ പാട്ട് കേട്ട് സാൾട്ടാ പേപ്പറിലെ അത്തരത്തിൽ സിനിമാ പാട്ടുകളായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട സിനിമാ പാട്ടുകൾ ഏതാണ് ചോദ്യം വരും. അപ്പോൾ എൻ്റെ മക്കൾ എഴുതി വെക്കണം കേട്ടോ. കുറച്ച് സിനിമാ പാട്ടുകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സിനിമാ പാട്ടുകൾ പഠിച്ചിട്ട് വേണം പോകാൻ. വളരെ ആരോഗ്യപരമായ ഭക്ഷണ രീതികളാണ് ഒരു കാലം അത്രയും മലയാളികൾ തുടർന്നു പോയത്. അല്ലേ, ഒരു കാലത്ത് നല്ല ആരോഗ്യപരമായ ഭക്ഷണമായിരുന്നു. ചോറും സാമ്പാറും നമ്മൾ കൃഷി ചെയ്ത പച്ചക്കറികളും നെല്ലൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്നോ തമിഴന്മാരുടെയും കർണാടകക്കാരുടെയും പഴയ ആ ഒരു പച്ചക്കറിയും ബ്രോയിലർ കോഴിയൊക്കെയാണ് നമ്മൾ കൂട്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആരോഗ്യം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ടത്തെ അപേക്ഷിച്ച്. ഇന്ന് ആട്ടിയ വെളിച്ചെണ്ണക്ക് പകരം നമ്മൾ എന്താ ഇന്ന് പാമോൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ പൈസ അങ്ങെത്തി 500 രൂപ ആവാനായി. ഇപ്പോൾ വെളിച്ചെണ്ണക്ക് പകരം നമ്മൾ പാമോൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണയും സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറികളും പഴവും ഒക്കെ ചേർന്ന് ശരീരത്തിന് ദോഷമില്ലാത്ത ഒരു ഭക്ഷണ പാരമ്പര്യമാണ് കേരളീയെ പിന്തുടർന്നത്. പണ്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു, പൊരിച്ചിരുന്നു. പക്ഷെ ഇന്നോ പാമോയിലൊക്കെ ആയിരുന്നു. പണ്ട് നല്ല കുത്തിരി ചോറുണ്ടായിരുന്നു. നമ്മൾ ചോറ് എന്ത് ഇറക്കുമതി ചെയ്യുക ലോറിയിൽ. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വന്ന വലിയ മാറ്റമാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നാകട്ടെ മലയാളികളുടെ ജീവിത തിരക്കുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഉടനടി പാകം ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് പാകം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ഭക്ഷണ രീതികളും നിറവും കൃത്രിമമായ മണവും രുചിയുമുള്ള ഭക്ഷണ രീതികളും മലയാളികളുടെ ഭ്രമം കൂടി വരുന്നതായി കാണാം. അല്ലേ, മലയാളികൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇന്ന് അവരുടെ രീതികൾ മാറി. നല്ല ദോശയും സാമ്പാറൊക്കെ കഴിച്ച മലയാളി ഇന്ന് ബ്രെഡും സാൻഡ്വിച്ചും പിന്നെ മക്കളെ ബർഗറൊക്കെ കഴിക്കാണ്, ഷവർമ്മ. ഇതൊക്കെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ്. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ രോഗത്തിലേക്ക് വഴിതെളിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം ആഹാരശീലങ്ങൾ ജീവിത രീതിയിൽ ക്രമാതീതമായ മാറ്റം കൊണ്ടുവരികയും ശരീരത്തെ രോഗപൂർണ്ണമാക്കുകയും ചെയ്യും. ശരീരത്തെ രോഗപൂർണ്ണമാക്കുകയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രോഗത്തിന് വേണ്ടി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും കഴിക്കുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഒരുപാട് മധുരമുള്ള കാര്യങ്ങൾ കഴിക്കുന്നു, ബേക്കറി ഐറ്റം. നമുക്ക് എന്ത് കൂടും മക്കളെ? നമ്മൾ ഷുഗർ കൂടും. ഇത്തരത്തിൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടി നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിലൂടെ കടന്നുപോയി അവസാനം അറ്റാക്ക് വന്ന് മരിക്കുന്നു, ക്യാൻസർ വന്ന് മരിക്കുന്നു. ഇത്തരത്തിൽ ഭക്ഷണ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നുകൂടി വ്യായാമം കൂടി ചെയ്യണമെന്നുകൂടി ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശരീരത്തെ രോഗപൂർണ്ണമാക്കുകയും ചെയ്യും. പഴയ കാലത്തിനെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിലും കുട്ടികളിലും വരെ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറുപ്പക്കാരും കുട്ടികളും സ്കൂൾ വിട്ടാൽ പോയ പപ്സ്, കബാബ്, ഷവർമ്മ, എന്തൊക്കെ കഴിക്കുന്നത്? മന്തി, ചോറും ചമ്മന്തി ആർക്കും വേണ്ട, മന്തി മതി. ചോറ് വേണ്ട, മയോണൈസ് മതി. അല്ലേ, ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റം ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. നല്ല ജീവിതത്തിന് ഒരു നല്ല ആഹാര രീതി പിന്തുടരേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് എല്ലാവരും ഉണ്ടാകണം. നല്ല ജീവിതത്തിന് എന്തു വേണം മക്കളെ? നല്ല ആഹാര രീതി വേണം എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ കവിത നമ്മോട് പറയുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇനി എന്താണ് തുള്ളൽ സാഹിത്യം എന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ ചോദ്യം വരും, തുള്ളൽ സാഹിത്യം എന്താണ്? ചിലപ്പോൾ ചോദ്യം വന്ന് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അതായത് ഇത് തുള്ളൽ കാവ്യമാണല്ലോ, അല്പമല്ല ഭുജിക്കുന്നു. ഈ തുള്ളൽ സാഹിത്യം ആരാ കൊണ്ടുവന്നത്? കുഞ്ചൻ നമ്പ്യാരാണ്. ഈ സാഹിത്യം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം. ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ പല അംശങ്ങളും സ്വീകരിച്ച് സർവജനസ്പർശിയായ ഒരു കലാസാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ തുള്ളലിന് രൂപം നൽകുകയാണ് നമ്പ്യാർ. അല്ലേ, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി എന്ന കലാരൂപം പോലെ തന്നെ ജനകീയനായൊരു കലാരൂപത്തിന് ഒരു തുടക്കം കുറിക്കുകയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. വേഷത്തെ അടിസ്ഥാനമാക്കിയും മറ്റും ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, എന്തൊക്കെ തുള്ളൽ മക്കളെ? ഓട്ടൻ തുള്ളൽ അല്ലേ? എന്തൊക്കെയാണ്? ഓട്ടൻ തുള്ളലുണ്ട്, പറയൻ തുള്ളലുണ്ട്, ശീതങ്കൻ.
ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്ക തുള്ളൽ എന്നീ 3 തുള്ളൽ കാവ്യത്തിന് ആര് തുടക്കം കുറിച്ചു? കുഞ്ചൻ നമ്പ്യാർ. ഈ 3 വിഭാഗം തുള്ളലുകൾക്കും പ്രത്യേകം കൃതികളും നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. 3 തുള്ളലും വ്യത്യസ്തമായ രീതിയിലാട്ടോ. ഓട്ടം തുള്ളൽ സ്പീഡിൽ പറയും, ഓ പാണ്ടെന്നാ ഇവിടെ പല്ലിന് ചൗര്യം പണ്ടേ പോലെ ഭയക്കുന്നില്ല. ഇത് ഓട്ടം തുള്ളൽ സ്പീഡാണ്. ശീതങ്ങൻ പറയിലേക്ക് വരുമ്പോൾ സ്പീഡൊക്കെ കുറഞ്ഞു വരും. പാട്ടിൻ്റെ രീതിയും താളവും വീണവും എല്ലാം കുറഞ്ഞു വരും. ഇതാണ് ഇത് രീതി എന്ന് പറയുന്നത്. 3-നും 3 പാട്ടുകളാണ്, 3 രീതിയാണ്, 3 വേഷവിധാനമാണ്, 3 താളങ്ങളാണ്, 3 വരികളാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഈ 3 വിഭാഗം തുള്ളലുകൾക്കും പ്രത്യേകം കൃതികളും നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. സ്വമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം തുടങ്ങിയവ ഓട്ടത്തുള്ളലിനും, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ ശീതങ്ങത്തുള്ളലിനും, ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം തുടങ്ങിയവ പറയൻ തുള്ളൽ വിഭാഗത്തിലുമാണ്. ഈ 3 തുള്ളൽ കാവ്യത്തിലും വ്യത്യസ്തമായ തുള്ളൽ കാവ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഫലിത പരിഹാസങ്ങളും യഥാർത്ഥവും സ്വാഭാവികവുമായ വർണ്ണനകളും നിറഞ്ഞ തുള്ളൽ കൃതികളിൽ പുരാണ കഥകളാണ് ആധാരമാക്കിയിട്ടുള്ളത്. ഈ തുള്ളൽ കൃതികളിൽ എന്ത് കഥകളാണ് കാണാൻ സാധിക്കുക? പുരാണ കഥകൾ. ഈ പഴയ രാജാക്കന്മാരുടെയും മഹാഭാരതം, രാമായണം തുടങ്ങിയ പഴയ പുരാണത്തിലെ കഥകളെയാണ് ഇവിടെ ആസ്പദമാക്കുക. ഈ തുള്ളൽ കൃതികളിൽ കഥാപാത്രങ്ങളും കഥകളുമായി കടന്നു വരിക. കുഞ്ചൻ നമ്പ്യാർക്കു ശേഷം നിരവധി തുള്ളൽ കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? കുഞ്ചൻ നമ്പ്യാർക്കു ശേഷം നിരവധി കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ മക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ പഞ്ചേന്ദ്രോപാഖ്യൻ എന്ന് പറയുന്ന കൃതിയുടെ ഭാഗമായ അല്പമല്ല ഭുജിക്കൂ എന്ന കവിതയാണ്. മലയാളികളുടെ ഭക്ഷണ സംസ്കാരം, ഭക്ഷണത്തോടുള്ള ഭ്രമം, ചോറും സാമ്പാറും തൈരും മോരും രസവും കൂട്ടുകറിയും പച്ചടിയും പാലും പായസവും എല്ലാം കൂട്ടി ഒരു അടിപൊളി ഊണ് കഴിക്കുന്ന, എത്ര കിട്ടിയാലും മതി വരാത്ത മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തെ നമുക്ക് കവിതയിൽ കാണാൻ സാധിക്കും. എത്ര കിട്ടിയാലും മതി വരില്ല. കഴുത്തറ്റത്തോളം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം അല്ല, വയറ് നിറയോളം അല്ല, കഴുത്ത് നിറയോളം ഭക്ഷണം കഴിക്കുന്ന മലയാളികളുടെ ഭക്ഷണ സംസ്കാരമാണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് ഒരുപാട് രോഗങ്ങളും മലയാളം കടന്നു വരുന്നുണ്ട്. ഇന്ന് ജീവിത ശൈലിയിൽ മാറ്റം വന്നില്ലേ? പണ്ട് ചോറും സാമ്പാറും കൂട്ടി കഴിച്ച മലയാളികൾ ഇന്ന് എന്ത് ചെയ്യണം മക്കളെ? ഇന്ന് മന്തിയിലേക്കും അൽഫാമിലേക്കും പൊരിച്ച ഭക്ഷണ സംസ്കാരങ്ങളിലേക്കും പോയി. പണ്ട് തന്നെ മുറ്റത്തെ പച്ചക്കറിയിൽ നിന്നും തൻ്റെ പാടത്ത് നെല്ലിൽ നിന്നും കുത്തിരി ചോറും കൂട്ടി ചോറ് കഴിച്ച മലയാളി ഇന്ന് തമിഴന്മാരുടെയും കർണാടകക്കാരുടെയും പച്ചക്കറി ലോറിക്ക് വേണ്ടിയും അരി കൊണ്ടുവരുന്ന ലോറിക്ക് വേണ്ടിയും കാത്തിരിക്കുകയാണ്. പണ്ട് നല്ല തൂശനയിൽ നല്ല ചോറും സാമ്പാറും കഴിച്ച മലയാളി ഇന്ന് നല്ല മന്തിക്കടയിൽ പോയിട്ട് മന്തി പൊരിച്ച് കോഴിയും കഴിച്ച് ഒരു എക്സസൈസ് ഇല്ലാണ്ട് ജീവിതശൈലി രോഗങ്ങൾ വന്ന് മരിക്കുകയാണ്. അത്തരത്തിൽ മലയാളികൾക്ക് വന്ന ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു സുന്ദരമായ പാഠഭാഗമാണ് ഏത്? നമ്മുടെ അല്പമല്ല ഭുജിക്കുന്നു. എക്സാമിന് വേണ്ടി എല്ലാവരും പഠിക്കുക, അടിപൊളി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.